നമസ്കാരം. ശ്രേസ് ലേണിംഗിൻ്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കേസ് ഫയൽ ചെയ്ത രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കേസ് ഫയൽ ചെയ്ത രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരി 1 മുതൽ എസ്റ്റോണിയയിൽ സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകി. അപ്പോൾ 2024 ജനുവരി 1 മുതൽ എസ്റ്റോണിയയിൽ സ്വവർഗ വിവാഹത്തിന് നിയമപരമായിട്ട് അംഗീകാരം നൽകി. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കേസ് ഫയൽ ചെയ്ത രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരി 1 മുതൽ ഏത് രാജ്യത്താണ് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചത്? എസ്റ്റോണിയ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം. ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. 140 ഭാഷകളിൽ പാടി ലോക റെക്കോർഡിനു വേണ്ടി വാർത്തകളിൽ ഇടം നേടിയ സുചേത സതീഷ് ഏത് സംസ്ഥാനക്കാരിയാണ്? കേരളം. അപ്പോൾ കേരളത്തിലുള്ള വ്യക്തിയാണ് ആര്? സുചേത സതീഷ്. 140 ഭാഷകളിൽ പാടി ലോക റെക്കോർഡിന് വേണ്ടി വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാണ് ആര്? സുചേത സതീഷ്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ 140 ഭാഷകളിലാണ് സുചേത പാടിയത്. 140 എന്ന സംഖ്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത അതേ എണ്ണം രാജ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. 140 ഭാഷകളിൽ പാടി ലോക റെക്കോർഡിന് വേണ്ടി വാർത്തകളിൽ ഇടം നേടിയ സുചേത സതീഷ് ഏത് സംസ്ഥാനക്കാരിയാണ്? കേരളം. 2023-24 വിളവർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2023-24 വിളവർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. മാരകമായ നിപ്പ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സംഘടനയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. മാരകമായ നിപ്പ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ഗോത്രത്തിലേക്കാണ് PM ജന്മൻ പദ്ധതിക്ക് കീഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതി അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്? കോലം ഗോത്രങ്ങൾ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന കോലം ഗോത്രങ്ങളിലേക്കാണ് PM ജന്മാൻ പദ്ധതിക്ക് കീഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഊന്നൽ നൽകി ജൻജാതി ആദിവാസി ന്യായ് മഹാൻ അഭിയാൻ വംശനാശ ഭീഷണി നേരിടുന്ന കോലം ഗോത്ര വിഭാഗത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നു. അപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഊന്നൽ നൽകി ജൻജാതി ആദിവാസി ന്യായ് മഹാ അഭിയാൻ മുഖേനയാണ് വംശനാശ ഭീഷണി നേരിടുന്ന കോലം ഗോത്ര വിഭാഗത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(e) ആണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള അവകാശം നൽകുന്നത്.
ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുമുള്ള അവകാശം നൽകുന്നത്? ആർട്ടിക്കിൾ 19(1)(e). ഏത് തീയതിയിലാണ് ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത്? ജനുവരി 16. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 16. മഹദാരി വന്ദന യോജന അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. അപ്പോൾ ഛത്തീസ്ഗഡിലാണ് മഹദാരി വന്ദന യോജന ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള അവകാശം നൽകുന്നത്? ആർട്ടിക്കിൾ 19(1)(e). ഏത് തീയതിയിലാണ് ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത്? ജനുവരി 16. മഹദാരി വന്ദന യോജന അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. കേരളത്തിലെ കൂക്കാനത്തെ ഏത് സമുദായമാണ് വാർത്തയിൽ പറഞ്ഞിരുന്ന മാത്തിക ഭാഷ സംസാരിക്കുന്നത്? ചക്കാലിയ. അപ്പോൾ ചക്കാലിയ സമുദായത്തിൽപ്പെട്ടവരാണ് മാത്തിക ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കുക്കാനത്തെ ഏത് സമുദായമാണ് മാത്തിക ഭാഷ സംസാരിക്കുന്നത്? ചക്കാലിയ. കേരളത്തിലെ കൂക്കാനം പ്രദേശത്തെ ചക്കാലിയ സമുദായം സംസാരിക്കുന്ന മാത്തിക എന്ന ഭാഷ വംശനാശത്തിന്റെ വക്കിലാണ്. അപ്പോൾ മാത്തിക എന്ന ഭാഷ സംസാരിക്കുന്നത് ചക്കാലിയ സമുദായമാണ്. കേരളത്തിലെ കൂക്കാനം പ്രദേശത്താണ് ചക്കാലിയ സമുദായം സംസാരിക്കുന്ന മാത്തിക എന്ന ഭാഷ വംശനാശത്തിന്റെ വക്കിലാണ്. അപ്പോൾ ചക്കാലിയ സമുദായം സംസാരിക്കുന്ന ഭാഷയാണേത്? മാത്തിക എന്ന ഭാഷ. അടുത്തിടെ അന്തരിച്ച സുഖ്ബീർ സിംഗ് ഗില്ല് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. അപ്പോൾ ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? സുഖ്ബീർ സിംഗ് ഗില്ല്. അപ്പോൾ സുഖ്ബീർ സിംഗ് ഗില്ല് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഉത്തർപ്രദേശിൽ ബയോമാസ് അടിസ്ഥാനമാക്കിയുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബുദൌൺ. ഉത്തർപ്രദേശിൽ ബയോമാസ് അടിസ്ഥാനമാക്കിയുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ബുദൌണിലാണ്. ഇ ഇങ്ക് ഡിസ്പ്ലേ. എന്താണ് ഇ ഇങ്ക് ഡിസ്പ്ലേ? പ്രത്യേകതരം സ്ക്രീൻ സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക് ഡിസ്പ്ലേ. ഇ ഇങ്ക് ഡിസ്പ്ലേ എന്താണ്? പ്രത്യേകതരം സ്ക്രീൻ സാങ്കേതിക വിദ്യ. 2023 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഇന്ത്യൻ ആരാണ്? വഹീദ റഹ്മാൻ. ദാദാസാഹിബ് ഫാൽക്കെ 2023 53ാമത് ലഭിച്ചത് ആർക്കാണ്? വഹീദ റഹ്മാൻ. ഇന്ത്യയിൽ 9ാം P20 ഉച്ചകോടി നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ 9ാമത് P20 ഉച്ചകോടി നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ന്യൂഡൽഹിയിലാണ്. 9ാമത് G20 പാർലമെന്ററി സ്പീക്കർമാരുടെ ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതിനായുള്ള പാർലമെന്റുകൾ എന്ന പ്രമേയത്തിൽ ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യൻ പാർലമെന്റിലാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതിനായുള്ള പാർലമെന്റുകൾ. അപ്പോൾ 9ാമത് G20 പാർലമെന്ററി സ്പീക്കർമാരുടെ ഉച്ചകോടി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ 9ാം P20 ഉച്ചകോടി നടക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. 2023 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഇന്ത്യൻ ആരാണ്? വഹീദ റഹ്മാൻ. ഇ ഇങ്ക് ഡിസ്പ്ലേ എന്താണ്? പ്രത്യേകതരം സ്ക്രീൻ സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക്. മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വൈരമുത്തു. മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വൈരമുത്തുവാണ് മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്
2024 ഭാഗ്യചിഹ്നം എന്താണ്? ഷീൻ ഈ ഷീൻ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് ഷീൻ ഈ ഷീൻ. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് ഒർലോവ്. അപ്പോൾ റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് ഒർലോവ്. ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം സ്ഥാപിതമായത് ഉജ്ജയിനിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമാക്കുന്നത് എവിടെയാണ്? ഉജ്ജയിൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ്? T50. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. അപ്പോൾ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായ നിശാഗന്ധി പുരസ്കാരം 2024 ലഭിച്ചത് ചിത്രാ വിശ്വേശ്വരനാണ്. ചിത്രാ വിശ്വേശ്വരൻ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഏത്? നിശാഗന്ധി പുരസ്കാരം. നിശാഗന്ധി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ചിത്രാ വിശ്വേശ്വരനാണ്. ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഗുപ്തേശ്വർ വനം ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷയിലാണ്. എന്താണ് പ്രത്യേകത? ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ടാണ് ഗുപ്തേശ്വർ വനത്തെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യമാണ് മ്യാൻമാർ. അപ്പോൾ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ്? മ്യാൻമാർ. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഐവറി കോസ്റ്റ്. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഐവറി കോസ്റ്റ്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ റഫീഖ് അഹമ്മദിന് 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചു. യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ്? മ്യാൻമാർ. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഐവറി കോസ്റ്റ്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. അപ്പോൾ ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടറാണ് അഭിനവ് ബിന്ദ്ര. 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി എവിടെയാണ്? ശ്രീലങ്ക. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ്? ശ്രീലങ്ക. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയാണ് സുധാമൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയാണ് സുധാമൂർത്തി.
2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട്. ഷാനവാസ് പോങ്ങനാടാണ് 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. ശ്വാസകോശാർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാമൂർത്തി. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷാനവാസ് പോങ്ങനാട്. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂരാണ്. തുറവൂർ. കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്നാണ്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്ന പേരാണ് പിങ്ക് ലൈൻ. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സങ്കൽപ്പ്? ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ വേതനമാണ് 346 രൂപ. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ വേതനമാണ് 346 രൂപ. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുറവൂർ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പിങ്ക് ലൈൻ. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സങ്കൽപ്പ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ വേതനം എത്ര രൂപയാണ്? 346 രൂപ. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻഡ്. മിഷേൽ ടെലഗ്രാൻഡ് ആണ് 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ. MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡോക്ടർ KP സുധീര. അപ്പോൾ MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ഡോക്ടർ KP സുധീര. 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 മാർച്ച് 25-നാണ് 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായത്. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? മലയാള മധുരം. അപ്പോൾ എന്താണ് മലയാള മധുരം? പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണിത് മലയാള മധുരം. 2024 ആബേൽ പുരസ്കാരം നേടിയത് ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ് ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ്. MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ഡോക്ടർ KP സുധീര. 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 മാർച്ച് 25. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? മലയാള മധുരം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സാക്ഷം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സാക്ഷം. 2024 മാർച്ചിൽ
ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 50ാമത് വാർഷികമാണ് ആചരിച്ചത്. അപ്പോൾ 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 50ാമത് വാർഷികമാണ് ആചരിച്ചത്. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യം. അപ്പോൾ ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ശരണബാല്യം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സാക്ഷം. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ശരണബാല്യം. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരാണ് എൻകോർ. അപ്പോൾ എന്താണ് എൻകോർ? തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരാണെന്ത്? എൻകോർ. 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? എൻകോർ. 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പോൾ സക്കറിയ. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. അപ്പോൾ ഇതുവരെ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അനിൽ തോമസ് ആണ്. എന്താണ് വിഷയം? കൊച്ചിയിലെ ബ്രഹ്മപുര മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കിയാണ് ഇതുവരെ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആരാണ്? അനിൽ തോമസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? പുഷ്പക്. അപ്പോൾ എന്താണ് പുഷ്പക്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണെന്ത്? പുഷ്പക്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചെങ്ങാതി. അപ്പോൾ എന്താണ് ചെങ്ങാതി എന്ന പദ്ധതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ചെങ്ങാതി. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. അപ്പോൾ എന്താണ് ഹൃദ്യം എന്ന പദ്ധതി? ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? ഹൃദ്യം. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഇതുവരെ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? പുഷ്പക്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചെങ്ങാതി. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഹൃദ്യം. സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേരെന്താണ്? മാറ്റൊലി. അപ്പോൾ എന്താണ് മാറ്റൊലി? സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേരാണെന്ത്? മാറ്റൊലി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂലിപ്പ് ഗാർഡനായ
ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ജലം സമാധാനത്തിന്. അപ്പോൾ 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനം. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ പേരെന്താണ്? മാറ്റൊലി. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗർ. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. അപ്പോൾ എന്താണ് മധുരം എന്ന പദ്ധതി? വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? മധുരം. 2024 ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗുൽമർഗ്. 2024 ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗുൽമർഗ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഡൽഹിയിലാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഡൽഹി. 96ാമത് ഓസ്കാർ അവാർഡ് 2024 ലഭിച്ചത്. മികച്ച ചിത്രം ഏതിനാണ്? ഓപ്പൺഹൈമർ ആണ് മികച്ച ചിത്രം. ഓപ്പൺഹൈമറിനാണ് മികച്ച ചിത്രം. 96ാമത് ഓസ്കാർ അവാർഡ്. മികച്ച സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടി എം സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. അപ്പോൾ 96ാമത് ഓസ്കാർ അവാർഡ് 2024 ലഭിച്ച മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടി എം സ്റ്റോൺ. ചിത്രം ഏതാണ്? പുവർ തിങ്സ്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേരാണ് അഗ്നി 5. അപ്പോൾ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേരെന്താണ്? അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. അപ്പോൾ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. അപ്പോൾ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? ഷീന റാണി. അപ്പോൾ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേരെന്താണ്? അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ PK രാധാമണി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ PK രാധാമണി. അമൃത പ്രീതത്തിന്റെ പുസ്തകമാണ് അക്ഷരോം കി സായി. ഇത് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് KK ഗംഗാധരൻ.
അപ്പോൾ അമൃതാമൃതത്തിന്റെ പുസ്തകമാണേത്? അക്ഷരോങ്കി സായി, അക്ഷരങ്ങളുടെ നിഴൽ എന്ന പേരിലാണ് പരിഭാഷപ്പെടുത്തി. കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളിയാരാണ്? KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് ആണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? മലയാളം കഥകളു. മലയാളം കഥകളു എന്നതാണ് കൃതി. അപ്പോൾ മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? മലയാളം കഥകളു. അപ്പോൾ അമൃതാമൃതത്തിന്റെ അക്ഷരോങ്കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? KK ഗംഗാധരൻ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയുടെ പേരെന്താണ്? ബൈച്ചം. അപ്പോൾ 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയുടെ പേരെന്താണ്? ബൈച്ചം. ഇന്ത്യയിലെ ആദ്യ 8-വരി എലവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ്. ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലവേറ്റഡ് ഹൈവേ ആണിത്, ദ്വാരക എക്സ്പ്രസ് വേ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് പുരസ്കാരം ലഭിച്ചത് ആരാണ്? KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? മലയാളം കഥകളു. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ഏതാണ്? ബൈച്ചം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ഏതാണ്? ഗുരു തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? ഗുരു തിരിച്ചു വന്നപ്പോൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. പൗരത്വ ഭേദഗതി 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. പൗരത്വ ഭേദഗതി 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? ഗുരു തിരിച്ചു വന്നപ്പോൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. പൗരത്വ ഭേദഗതി 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹരാമം പദ്ധതി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹരാമം പദ്ധതി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ്. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. ഈ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ.
അപ്പോൾ 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹരാമം പദ്ധതി. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കട്ടയിലാണ്, ഹൂഗ്ലി നദി. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കട്ട. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുസാൻ, സൗത്ത് കൊറിയയിലെ ബുസാനാണ്. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ബുസാൻ, സൗത്ത് കൊറിയ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കട്ട, ഹൂഗ്ലി നദിയിൽ. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ബുസാൻ, സൗത്ത് കൊറിയ. 2024 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ് 2024 തകഴി പുരസ്കാരം. 2023 ലഭിച്ചത് M മുകുന്ദൻ. അപ്പോൾ 2024 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു. 2023 ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? പെരുമാൾ മുരുകൻ. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ്. സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ച ആർക്കാണ്? പെരുമാൾ മുരുകൻ. 2024 തകഴി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനും 2023 ലഭിച്ചത് M മുകുന്ദനുമാണ്. കേരളത്തിലെ വൈദ്യുതി മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. വനം വന്യജീവി AK ശശീന്ദ്രൻ. കായികം ന്യൂനപക്ഷം V അബ്ദുർ റഹ്മാൻ. കൃഷി P പ്രസാദ്. നിയമം വ്യവസായം P രാജീവ്. അപ്പോൾ കേരളത്തിലെ വൈദ്യുത മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടി. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കായികം ന്യൂനപക്ഷം V അബ്ദുർ റഹ്മാൻ. കൃഷി P പ്രസാദ്. നിയമം വ്യവസായം P രാജീവ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് എന്താണ്? സമുദ്രപ്രതാപ്. അപ്പോൾ എന്താണ് സമുദ്രപ്രതാപ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരാണ് സമുദ്രപ്രതാപ്. ഹൂലോംഗപ്പർ ഗിബ്ബൺ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ്. ഹൂലോംഗപ്പർ ഗിബ്ബൺ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ്. ഏകീകൃത പെൻഷൻ സ്കീം അടുത്തിടെ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരാണ് സമുദ്രപ്രതാപ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്.
ഹൂലോംഗപ്പർ ഗിബൺ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അസം. ഏകീകൃത പെൻഷൻ സ്കീം അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏത് ബഹിരാകാശ സംഘടനയാണ് മീഥേൻ ഉദ്വമനം ട്രാക്ക് ചെയ്യാൻ ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്? ഏത് ബഹിരാകാശ സംഘടനയാണ് മീഥേൻ ഉദ്വമനം ട്രാക്ക് ചെയ്യാൻ ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്? നാസ. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ അമൻ സെഹ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. അപ്പോൾ ഗുസ്തിയുമായിട്ടാണ് ആര് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമൻ സെഹ്രാവത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ വ്യക്തിയാണ് ആര്? അമൻ സെഹ്രാവത്ത്. ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുസ്തി. നഞ്ചരായൻ പക്ഷിസങ്കേതവും കഴുവേലി പക്ഷിസങ്കേതവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ നഞ്ചരായൻ പക്ഷിസങ്കേതവും കഴുവേലി പക്ഷിസങ്കേതവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം സ്ഥാപിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണ്? സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം. ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം സ്ഥാപിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണ്? സാമൂഹികനീതി ശാക്തീകരണ മന്ത്രാലയം. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേരാണ് ഇസ്മയിൽ ഹനിയെ. അപ്പോൾ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് 2024 ജൂലൈ 31 ഹമാസ് നേതാവാണ് ആര്? ഇസ്മയിൽ ഹനിയെ. ഇറാന്റെ തലസ്ഥാനം ഏതാണ്? ടെഹ്റാൻ. അപ്പോൾ 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേരെന്താണ്? ഇസ്മയിൽ ഹനിയെ. ഇന്ത്യ അറ്റ് 100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. ഇന്ത്യ അറ്റ് 100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. 2024 ജനുവരി 1 ISRO ഭ്രമണപഥത്തിലേക്ക് എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? PSLV C-58. PSLV C-58 ആണ് 2024 ജനുവരി 1 ISRO ഭ്രമണപഥത്തിലേക്ക് എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. അപ്പോൾ 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേരെന്താണ്? ഇസ്മയിൽ ഹനിയെ. ഇന്ത്യ അറ്റ് 100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം സ്ഥാപിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണ്? സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ അമൻ സെഹ്രാവത്ത് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. നഞ്ചരായൻ പക്ഷിസങ്കേതവും കഴുവേലി പക്ഷിസങ്കേതവും സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഏത് ബഹിരാകാശ സംഘടനയാണ് മീഥേൻ ഉദ്വമനം ട്രാക്ക് ചെയ്യാൻ ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്? നാസ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്. ഹൂലോംഗപ്പർ ഗിബൺ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? അസം. ഏകീകൃത പെൻഷൻ സ്കീം അടുത്തിടെ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. വനം വന്യജീവി വകുപ്പ് MK ശശീന്ദ്രൻ. കായികം ന്യൂനപക്ഷമാരാണ്? V അബ്ദുൾ റഹ്മാൻ. കൃഷി P പ്രസാദ്. നിയമം വ്യവസായം ആരാണ്? P രാജീവ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ച ആർക്കാണ്? പെരുമാൾ മുരുകൻ. 2024 തകഴി പുരസ്കാരം ആർക്കാണ്? MK സാനുവിനാണ്. 2023 ലഭിച്ച ആർക്കാണ്? M മുകുന്ദൻ.
ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്ത. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ബുസാൻ, സൗത്ത് കൊറിയ. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹരാമം പദ്ധതി. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകം ഏതാണ്? ഗുരു തിരിച്ചു വന്നപ്പോൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. പൗരത്വ ഭേദഗതി 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. അമൃത പൃഥത്തിന്റെ പുസ്തകമാണ് അക്ഷരോംഗി സായി. അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? K. ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? മലയാളം കഥകളു. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ഏതാണ്? ബൈച്ചം. ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് ആണ്. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേരെന്താണ്? അഗ്നി 5. പരീക്ഷണം നൽകിയിരിക്കുന്ന പേരെന്തായിരുന്നു? മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ PK രാധാമണി. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 96ാമത് ഓസ്കാർ അവാർഡ് 2024 ലഭിച്ച മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടി എം സ്റ്റോൺ. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, മധുരം. 2024 ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗുൽമർഗ്. സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ പേരെന്താണ്? മാറ്റൊലി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂലിപ്പ് ഗാർഡൻ ഏതാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഡ്യൂലിപ്പ് ഗാർഡൻ എവിടെയാണ്? ശ്രീനഗർ. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. കൊച്ചിയിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഏതായിരുന്നു? ഇതുവരെ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമേത്? പുഷ്പക്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചെങ്ങാതി. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഹൃദയം. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? എൻകോർ. 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പോൾ സക്കറിയ. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനമാണ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സാക്ഷ്യം. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 50ാമത്.
ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ശരണബാല്യം. 2024 ലാബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാരാണ്? മിഷേൽ ടെലഗ്രാൻഡ്. MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീര. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 മാർച്ച് 25. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മലയാള മധുരം. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സങ്കല്പ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക എത്രയാണ്? 346 രൂപയാണ് വേതനം. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരുടെ പേരെന്താണ്? സുധാമൂർത്തി. 2024 വിലാസിനി സ്മാരക നോബൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷാനവാസ് പൊങ്ങനാട്. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ശ്വാസകോശാർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ശ്രീലങ്ക. G7 ഉച്ചകോടിയുടെ വേദി 2024 ഇറ്റലി. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഐവറി കോസ്റ്റ് ആണ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദ്. ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം സ്ഥാപിക്കുന്ന എവിടെയാണ്? ഉജ്ജയിനിലാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ചിത്ര വിശ്വേശ്വരൻ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. മഹാകവിത എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ അമൃത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്താണ്? ഷീൻ ഇ ഷി. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാരാണ്? ഒലേഗ് ഒർലോവ്. ഈ ഇങ്ക് ഡിസ്പ്ലേ എന്താണ്? പ്രത്യേകതരം സ്ക്രീൻ സാങ്കേതിക വിദ്യയാണ്. 2023 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഇന്ത്യൻ ആരാണ്? വഹീദ റഹ്മാൻ. ഇന്ത്യയിൽ 9ാം P20 ഉച്ചകോടി നടക്കുന്നത് ഏത് നഗരമാണ്? ന്യൂഡൽഹിയിലാണ്. ഉത്തർപ്രദേശിലെ ബയോമാസ് അടിസ്ഥാനമാക്കിയുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബുദൌണിലാണ്. ആർട്ടിക്കിൾ 19(1)(e എന്താണ്? ഭരണഘടനയുടെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയാണേത്? ആർട്ടിക്കിൾ 19(1)(e. ഇന്ത്യയുടെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ്? ജനുവരി 16. മഹ്ധാരി വന്ദന യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. മാരകമായ നിപ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. 2023-24 വിള വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം അരുണാചൽ പ്രദേശ്. 140 ഭാഷകൾ പാടി ലോക റെക്കോർഡിന് വേണ്ടി വാർത്തകൾ ഇടം നേടിയത് ആരാണ്? സുജേത സതീഷ്. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കേസ് ഫയൽ ചെയ്ത രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരി 1 മുതൽ ഏത് രാജ്യത്താണ് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചത്? എസ്റ്റോണിയ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.